നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കിയതിന്റെ മുഴുവൻ തുകയും അനുവദിച്ച് സർക്കാർ. സിയാപ്റ്റിന് 7,35,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലാണ് തുക അനുവദിച്ചിരിക്കുന്നത്. രാജീവ് ചേരുകയാണ്. രാജീവ്, വളരെ വിചിത്രം എന്നല്ല, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണല്ലോ രാജീവ് ഇപ്പോൾ ഈ പുറത്ത് വിടുന്നത്. ഒരു നാട് മുഴുവൻ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുന്നു. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും വളരെ ദൂരത്തുള്ളവർ പോലും മുക്തരായിട്ടില്ല. കണ്ണീർ വറ്റിയവർ, അല്ലെങ്കിൽ കണ്ണീർ കടലിൽ മുങ്ങിക്കിടക്കുന്നവർ, ഒരു നാട് പകച്ചു നിൽക്കുമ്പോൾ ഈ നവകേരള സദസ്സ് എന്ന് മുഴുവൻ ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഒരു ധൂർത്തിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമല്ലേ? എന്താണ് ഇതിന് പിന്നിൽ? തീർച്ചയായും പ്രദീപുള്ള സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ കൂടിയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും കണ്ണീരുമൊക്കെ തുടർച്ചയായി സംരക്ഷണം ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനിടെയാണ് ഈ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വയനാടിനെ ചേർത്ത് പിടിക്കാൻ കേരളം ഒന്നാകെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണെങ്കിലും സൈന്യവും നാവികസേനയും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും, വ്യോമസേന ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും വയനാടിനായി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ എത്തിച്ചു. ഇത്തരമൊരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ സംവിധാനങ്ങളും, തെരച്ചിൽ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ക്രമീകരിക്കുന്നതിനൊപ്പം തന്നെയാണ് കേരളത്തിനായി 145 കോടി രൂപ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തത്. അതായത് 30-ന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായതെങ്കിൽ 31-ന് തന്നെ സംസ്ഥാനത്തിന് പണം കൈമാറുന്നതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയിരുന്നു. ഈ രീതിയിൽ കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിടുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമാണ് ഈ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ശൈലിക്ക് ഒരു മാറ്റവുമില്ല എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ കൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 30-ന് ദുരന്തമുണ്ടായതെങ്കിൽ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ 2-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുന്നത്. നവകേരള സദസ്സിന് 7,35,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. നവകേരള സദസ്സിനായി ക്ഷണക്കത്തുകളും ബ്രോഷറുകളും ഒക്കെ അച്ചടിച്ചതിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ 7,35,00,000 രൂപ അടിയന്തരമായി അനുവദിച്ചിരിക്കുന്നത്. അതായത് കേരളം ഒരു ദുരന്തമുഖത്ത് ആ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 7,35,00,000 രൂപ അടിയന്തരമായി സിയാപ്റ്റിന് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് തന്നെ പല സംഘടനകൾ, സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ വയനാട്ടിലേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. കാരണം ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുന്നു. ഉടൻ തന്നെ എല്ലാ സംവിധാനങ്ങളും, രക്ഷാദൌത്യത്തിനായുള്ള എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് എത്തിക്കുന്നു. പണം ആവശ്യമുണ്ടെങ്കിൽ ആദ്യഘട്ടമായി 145 കോടി രൂപ നൽകുന്നതിനൊപ്പം തന്നെ ഇനി എത്ര പണം വേണമെങ്കിലും നൽകുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും കേന്ദ്ര സർക്കാർ പണം നൽകിയെന്ന മുഖ്യമന്ത്രി തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് തീരക്കിട്ട് 2-ാം തീയതി, അതായത് 30-ന് ദുരന്തമുണ്ടായെങ്കിൽ 31, 1, 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുന്നു. തിരക്കപ്പെട്ട് സിയാപ്റ്റിന് 7,35,00,000 രൂപ അനുവദിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു ദൂർത്ത് ഇങ്ങനെ സംസ്ഥാനത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി 2,000 കോടി രൂപയാണ് ഈ മാസം സർക്കാർ കടമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കടമെടുത്ത് സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇതിനെ തുടർന്ന് CPM-ൽ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിൽ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിയത് തിരിച്ചടിയായെന്ന വിലയിരുത്തലിലേക്ക് CPM എത്തി. ഇതിനെ തുടർന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയും നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട്, കാരുണ്യ പദ്ധതിക്കുള്ള പണം മുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള കുടിശ്ശിക തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതെല്ലാം തീർക്കും എന്ന് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയെങ്കിൽ ആ തരത്തിലുള്ള നടപടികളല്ല ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥേഷ്ടം ഇങ്ങനെ ദൂർത്ത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. നവകേരള സദസ്സ് കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യം പല ഘട്ടങ്ങളിൽ ഉയരുമ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല, മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. നിയമസഭയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, ഈ നവകേരള സദസ്സിന് എത്ര പണം ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പോലും നിലവിൽ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. മാത്രമല്ല, നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട്. അതിൽ പറയുന്നത് സ്പോൺസർഷിപ്പിലൂടെ
ഉൾപ്പെടെ പണം കണ്ടെത്തിയെന്നാണ്. അതിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. വിജിലൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഈ 10 കോടി രൂപയ്ക്കടുത്ത് ക്ഷണക്കത്തുകളും ബ്രോഷറുകളും അച്ചടിച്ചതിന് വേണ്ടി ഈ നവകേരള സദസ്സിനായി ചെലവഴിച്ചിരിക്കുന്നത് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ദൂർത്തുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സമാധാനമില്ലാത്ത ഒരു ദുരന്തം സംസ്ഥാനത്തുണ്ടാകുന്നു. എല്ലാവരും വയനാടിൽ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് അതൊന്നും ഒരു കാര്യവുമല്ല. പക്ഷേ ഇങ്ങനെ ദൂർത്ത് യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ്. തിടുക്കപ്പെട്ട് തന്നെ, അതായത് ദുരന്തമുഖത്ത് വലിയ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 7,35,00,000 രൂപ ഈ രീതിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജീവ്, ഒരു ചോദ്യം കൂടി. അതായത് ഈ ദുരന്തമുണ്ടായി അതിവേഗത്തിലാണ്, കാത്തിരുന്ന പോലെയാണ് ധനസമാഹരണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ആഹ്വാനങ്ങളും വന്നത്. 2, ഇത്തരം ആഹ്വാനങ്ങൾ വന്ന ഉടനെ സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതികരണം, അത് രാഷ്ട്രീയ പ്രതികരണം ആയിരുന്നില്ല. അങ്ങനെ ധരിക്കുകയാണെങ്കിൽ പല യാഥാർത്ഥ്യങ്ങളും കാണാത്തതുപോലെ ഇതും കാണാത്തതാണ് എന്ന് വേണം കരുതാൻ. പ്രതികരണങ്ങൾ വന്നത് CPM വിരുദ്ധരിൽ നിന്നോ ഇപ്പോഴത്തെ സർക്കാർ വിരുദ്ധരിൽ നിന്നോ മാത്രമല്ല, സാധാരണക്കാരിൽ നിന്ന് വന്നത് എന്തിന് എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അനുവദിക്കുന്ന ഫണ്ടിൽ ക്രമക്കേടുണ്ട് എന്ന് തുടർച്ചയായ വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എന്തിന് നൽകണമെന്ന ചോദ്യം ഉയർന്നു. 2, സഹായം നൽകരുത് എന്നൊരു ആഹ്വാനം എവിടെയും വന്നില്ല. പകരം അവർക്ക് നേരിട്ട് നൽകൂ, അല്ലെങ്കിൽ ദുരിതബാധിതർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ഗുണം ലഭിക്കത്തക്ക രീതിയിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് നൽകൂ, അല്ലെങ്കിൽ നേരിട്ട് സഹായം എത്തിക്കൂ എന്നുള്ള മറ്റുള്ള സന്ദേശം വന്നതിന് പിന്നാലെ കണ്ടത് അടിയന്തരാവസ്ഥയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പോലീസ് നടപടിയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിലേക്ക് നൽകേണ്ട, അല്ലെങ്കിൽ ഇതിൽ നൽകിയാൽ അത് ഗുണഭോക്താവിന് കിട്ടില്ല എന്ന പോസ്റ്റുകൾ ഇട്ടവരുടെ പേരിൽ തുരു കേസുകൾ. അതിനിടയിലാണ് ഇത്തരം ഒരു ധൂർത്ത്. 7.5 കോടിയോളം രൂപ നവകേരള സദസ്സ് തന്നെ ഒരു പരിഹാസത്തിന് പാത്രമായ ഒരു പരിപാടിയായിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പേടിച്ചാരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന് ക്ഷണക്കത്തടിച്ചതിന്, ബ്രോഷർ അടിച്ചതിന്, അതിൻ്റെ പബ്ലിസിറ്റിക്ക് ഒക്കെ കൂടി ചെലവാക്കിയ തുക ഈ ദിവസം തന്നെ അനുവദിച്ചതിന് പിന്നിൽ 2 കാര്യങ്ങൾ. ഇതിൽ വൈരുദ്ധ്യം മാത്രമല്ല, ഇതിന് പിന്നിൽ ഈ സർക്കാരിനോ അത് മുഖ്യമന്ത്രിക്കോ എതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കൾ ആരെങ്കിലും ഒപ്പം തന്നെയുണ്ടോ? ഇപ്പൊ തന്നെ ഇത്തരം ഒരു ഉത്തരവിറക്കിയതിന് പിന്നിൽ എന്താണ്? പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അസാധാരണമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇത് തുടർച്ചയായി ഇങ്ങനെ പറയുകയും ചെയ്തതിന് ശേഷമാണ്. അതായത് മുൻപുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പല ഘട്ടങ്ങളിലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചു എന്നതിന്റെ തെളിവുകൾ ജനം TV ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തതാണ്. ഹൈക്കോടതി പോലും ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടതാണ്. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് അന്വേഷണമൊക്കെ എവിടെ എത്തിയെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി കേസുകൾ എടുപ്പിക്കുക. അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല, ഞങ്ങൾ നേരിട്ട് നൽകാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചാൽ പോലും കൃത്യമായി കേസുകൾ എടുപ്പിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയാണ്. അതിനുശേഷം നേരത്തെ ഈ കൊറോണയുടെ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഈ കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിക്കുമ്പോഴോ ഒക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ആ ഘട്ടങ്ങളിൽ അത് പോലീസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകൾ വഴി, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പുറത്തുവിടാറുമുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ കേസുകൾ എടുക്കുകയാണെങ്കിൽ ആ കേസെടുത്ത വിവരം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ പോലീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുക. അതായത് ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു കാരണവശാലും ദുരിതാശ്വാസ നിധിക്കെതിരെ നിങ്ങൾ ഒന്നും പറയരുത് എന്നൊരു സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഒരുപക്ഷെ ഈ രീതിയിലുള്ള വലിയ ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ വയനാട് ദുരന്തമുഖത്ത് എല്ലാവരും രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ ആർക്ക് വേണ്ടിയാണ് തിടുക്കപ്പെട്ട് ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറങ്ങിയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് മാത്രമല്ല, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമ്മൾ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും. ഈ ഒരു ഉത്തരവ് മാത്രമല്ല ഇറക്കിയിരിക്കുന്നത്, ദൂർത്തിന്റെ കൂടുതൽ തെളിവുകൾ നമുക്ക് കൈവശമുണ്ട്. അത് വരും ബുള്ളറ്റിനുകളിൽ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. ഏതായാലും തീർച്ചയായും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇതുമായി ബന്ധപ്പെട്ട
വകുപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന, പലരും കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയപ്പോൾ വലിയ ആശങ്കയായി പറഞ്ഞത് 145 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 145 കോടി രൂപ വയനാടിന് ലഭിക്കുമോ, വയനാട്ടിൽ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ലഭിക്കുമോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയപ്പോൾ പലരും ആ വാർത്തയ്ക്ക് താഴെ കമന്റായി നൽകിയിരുന്നു. ഏതായാലും അതിലൊക്കെ വലിയ ആശങ്ക നമുക്കും ഇപ്പോൾ ഉണ്ട്. കാരണം ആ കേന്ദ്ര സർക്കാർ 145 കോടി രൂപ അനുവദിച്ചതിന് ശേഷമാണ് തിടുക്കപ്പെട്ട് 2-ാം തീയതി ഈ കുടിശ്ശികളൊക്കെ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. കുടിശ്ശിക തീർക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയൊന്നും അല്ല നൽകുന്നതെന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതായുണ്ട്. ഈ രീതിയിൽ നവകേരള സദസ്സിന് വരുന്ന കുടിശ്ശിക അത്തരത്തിൽ ദൂർത്ത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പണം വകമാറ്റിയോ എന്ന ആശങ്ക തള്ളിക്കളയാനാകില്ല എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പ്രദീപുള്ള. യെസ്, അത് തന്നെയാണ് രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല, നേരിട്ട് കൊടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ പോലും കേസെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് എന്നത് ഏറ്റവും ആശങ്കാജനകമായി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്.